വേനലിൽ വേനൽമഴ ആശ്വാസം പകരുന്നതുപോലെ വരണ്ടുണങ്ങിയ കാലത്ത് പച്ചപ്പിന്റെ ആശ്വാസവുമായി നാട്ടുപച്ച വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ. ഏവർക്കും സ്വാഗതം. കന്നുകാലികളെ വളർത്തുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കാലികൾക്കുള്ള തീറ്റപ്പുല്ല് കണ്ടെത്തുക എന്നതാണ്. പുല്ല് വളർത്താനുള്ള സ്ഥലം കണ്ടെത്തുന്നതും അധ്വാനവുമാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. ഇതിന് ആധുനിക സാങ്കേതിക വിദ്യ പറഞ്ഞു തരുന്ന ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മണ്ണും പറമ്പുമില്ലാതെ തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് വിജയിച്ച സിബിയെ പരിചയപ്പെടാം. അന്ന ഫാമിലെ പശുക്കൾ അല്പം മോഡേൺ ആണ്. കാരണം അവരുടെ അന്നം മുഖ്യമായും മണ്ണ് തൊടാത്ത ഈ പുല്ലാണ്. ഹൈഡ്രോപോണിക്സ് എന്ന സാങ്കേതിക വിദ്യയിലാണ് ഈ പുല്ല് വിളയുന്നത്. എന്താണ് ഹൈഡ്രോപോണിക്സ്? മണ്ണോ വളമോ സൂര്യപ്രകാശമോ നൽകാതെ കൃത്രിമ അന്തരീക്ഷത്തിൽ ചെടി വളർത്തുന്ന രീതി. ഇതിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സീഡിന് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അതിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊരു സെർട്ടൺ ടൈം വരെ അതിന് സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ ഈ 6 അല്ലെങ്കിൽ 7 ദിവസം ഒരു വിത്തിന് സ്വയമേ അനുകൂല സാഹചര്യങ്ങളിൽ സ്വയമേ മുളയ്ക്കാൻ സാധിക്കും, അതിന് വളരാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ മണ്ണോ വളമോ ഇല്ലാതെ അതിന് വളരാൻ സാധിക്കില്ല. അപ്പോൾ ഇവർ ഇതിനകത്ത് ഈ ടെമ്പറേച്ചറും വെള്ളവും മെയിൻറ്റെയിൻ ചെയ്തിട്ട് 6 ദിവസം കൊണ്ട് അതിനെ ഒരു അരയടി ഹൈറ്റ് വരെ അത് വളർത്തുന്ന ഒരു സിസ്റ്റമാണ്. ഹൈഡ്രോപോണിക്സ് ഫോഡർ എന്ന ഈ യന്ത്രമാണ് തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 6 മീറ്റർ നീളം, 3 മീറ്റർ വീതി, 3.25 മീറ്റർ ഉയരം. 1 കിലോ വിത്തിട്ടാൽ 6-ാം ദിവസം 7 കിലോ തൂക്കത്തിലുള്ള പുല്ല് കിട്ടും. ഇതാണ് കണക്ക്. സിബിയുടെ ഫാമിൽ തൊഴുത്തിനടുത്ത് തന്നെ ഫോഡർ സ്ഥാപിച്ചിരിക്കുന്നു. നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോജനം തൃശൂർ അഷ്ടമിച്ചിറയിലെ തൻ്റെ പശുക്കൾക്ക് സിബി എത്തിച്ചു കൊടുത്തത്. ഇതിൻ്റെ ഒരു സൂചന എനിക്ക് കിട്ടുന്നത് നാട്ടിൽ നിന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ എറണാകുളത്തെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള മിസ്റ്റർ ബിന്ദുമോൻ സാറാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത് തന്നെ. പക്ഷേ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച്, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ അഡ്രസ്സ് തപ്പിയെടുത്ത് അവിടെ എനിക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് ഈ മെഷീനെ പോയി അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എനിക്ക് റിപ്പോർട്ട് തന്നതിനനുസരിച്ച് ഞാൻ പിന്നെ തീരുമാനിക്കുകയായിരുന്നു ഇത് വാങ്ങിക്കാം എന്തായാലും. ഹൈഡ്രോപോണിക്സ് ഫോഡർ പ്രവർത്തിക്കുന്ന വിധം പരിശോധിക്കാം. 2 ഭാഗത്തും തുറക്കാവുന്ന വാതിലുകൾ ഈ കണ്ടെയ്നറിനുണ്ട്. ഉൾഭാഗത്ത് 2 അടി വീതം ഉയരത്തിലായി തട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഈ തട്ടുകളിലാണ് വിത്ത് നിറച്ച ശേഷം ട്രേകൾ വയ്ക്കുന്നത്. ഓരോ ട്രേക്കും 150 സെന്റിമീറ്റർ നീളം, 90 സെന്റിമീറ്റർ വീതി, 4.5 സെന്റിമീറ്റർ ഉയരം. 1 കിലോഗ്രാം മുതൽ 1.2 കിലോഗ്രാം വരെ വിത്ത് ട്രേയിൽ ഉപയോഗിക്കാം. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വിത്ത് ട്രേകളിൽ നിറയ്ക്കുന്നു. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് റീസൈക്ലിംഗ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഫ്രഷ് സീഡ് എപ്പോഴും വയ്ക്കുന്നു, അത് മുളച്ച് അത് പശുക്കൾക്ക് കൊടുക്കാമെന്ന്. ഇപ്പോൾ ഒരു സൈക്കിളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പശുവിൻ്റെ ചാണകം നമ്മൾ പുല്ലിലേക്ക് അടിക്കുന്നു, ആ പുല്ല് തന്നെ വെട്ടി പശുക്കൾക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിനകത്ത് അങ്ങനെ സംഭവിക്കുന്നില്ല. എപ്പോഴും ഫ്രഷ് സീഡാണ് പശുക്കൾക്ക് നമ്മൾ വളർത്തി കൊടുക്കുന്നത്. അന്ന ഫാമിൽ ദിവസവും 70 കിലോ വിത്തിടും. ഓരോ തട്ടിൻ്റെയും ഇടയ്ക്ക് ട്രേകൾക്ക് മുകളിലായി കൃത്രിമ പ്രകാശവും സ്പ്രിംഗ്ലറും പിടിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിൽ 15 സെക്കൻഡ് സമയം വെള്ളം സ്പ്രേ ചെയ്യും. എല്ലാം നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റിക് പാനൽ സംവിധാനം. ഓരോ ദിവസവും പുതിയ ട്രേകൾ വയ്ക്കുമ്പോൾ തലേന്നത്തെ ട്രേകൾ മുന്നോട്ട് നീങ്ങും. 6-ാം നാൾ 500 കിലോയ്ക്ക് അടുത്ത പുല്ല് റെഡി. അപ്പോൾ ആദ്യം ഏറ്റവും മുകളിൽ 15 സെക്കൻഡ്, അത് കഴിഞ്ഞ് അത് കട്ടായിട്ട് താഴേക്ക് വരും. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ വിത്ത് എപ്പോഴും ഈർപ്പമുള്ളതായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 18 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചിലപ്പോൾ അത് 20-21 വരെ പോകാം, എന്നാലും അത് കുഴപ്പമില്ല. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു തരം മോൾഡ് വന്ന് പിന്നെ അത് ഡിഫക്റ്റ് വരും. ഇനി യന്ത്രകൃഷിയിലെ പുൽവളർച്ച ഓരോ ദിവസവും എങ്ങനെയെന്ന് പരിശോധിക്കാം. 6 ദിവസം കൊണ്ട് 18 സെന്റിമീറ്ററിനടുത്ത് നീളത്തിലെത്തുന്ന പുല്ലിന്റെ വളർച്ച വളരെ വേഗത്തിലാണ്.
ഇവിടെ ബാർലി വിത്തുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഒരു ദിവസം പ്രായമായ വിത്തുകളാണ്. ഓൾറെഡി അതിന് റൂട്ട്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കൂടുതൽ വിത്തുകളും മുളയായിട്ടുണ്ട്. 2-ാം ദിവസത്തെ വളർച്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിന് 1-ാം ദിവസത്തിൽ അതിൻ്റെ റൂട്ട്സ് വന്നു. 2-ാം ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ ഷൂട്ട്സും വന്നു തുടങ്ങി. അത്രയും ഫാസ്റ്റാണ് ഇതിൻ്റെ വളർച്ച. തുടർച്ചയായ ദിവസങ്ങളിൽ തീറ്റപ്പുല്ല് കിട്ടാനായി എല്ലാ ദിവസവും ഒരേ അളവിൽ വിത്ത് നിറച്ചുകൊണ്ടേയിരിക്കും. 3-4 ദിവസങ്ങളിൽ വേഗത്തിൽ വളർന്ന് ചെടികൾ തയ്യാറായിക്കൊണ്ടിരിക്കും. 5 ദിവസം വളർച്ച എത്തിയ മാറ്റാണ്. ഇനി 4, 5, 6 ദിവസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വളരുന്നത്. ഇതാണ് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇത് 6 ദിവസം വളർച്ച എത്തിയ മാറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് എന്നും പറയാം. ബാർലി വളർന്ന് വലുതായി റെഡി ആയിട്ടുണ്ട്. പശുക്കൾക്ക് കൊടുക്കാനുള്ള പാകത്തിന് വളർച്ചയായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മാറ്റ് രൂപത്തിലും കിട്ടുകയാണ്. ഇതിൻ്റെ വേരുകളെല്ലാം ചുറ്റിപ്പിടിച്ച് അതൊരൊറ്റ മാറ്റ് രൂപത്തിൽ നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാൻ സാധിക്കും. കണ്ടോ, ഇതുപോലെ പുറത്തെടുക്കാൻ സാധിക്കുന്നു. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പശുക്കൾക്ക് കൊടുക്കാം. ഇത് നുറുക്കിയാണ് കൊടുക്കുന്നത്, കാരണം അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പൂർണ്ണ വളർച്ച വന്ന പുൽക്കട്ടകളെ ഫോഡർ ബിസ്ക്കറ്റ് എന്ന് പറയും. മാസത്തിലൊരിക്കൽ ഈ മെഷീൻ വൃത്തിയാക്കണം. നല്ല വിളവ് കിട്ടാൻ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉപയോഗിക്കാവുന്ന സീഡുകൾ ചോളം, ബാർലി, ഗോതമ്പ്. ഗോതമ്പ് നമുക്ക് കിട്ടാൻ നിവർത്തിയില്ല. ഇപ്പോൾ ചോളവും ബാർലി ആണെങ്കിലും നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഇതിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അവൈലബിലിറ്റിയും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലയിടത്തും എടുത്തെങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്, ജയ്പൂരിൽ നിന്ന്. അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് ആ റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സീസണിലാണെങ്കിൽ നമുക്ക് 13 രൂപ 14 രൂപ വരെയും സീഡ് കിട്ടും. ഇപ്പോൾ ഓഫ് സീസണിലാണെങ്കിൽ ഇപ്പോൾ 21 രൂപ വരെയും ആയി. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷമാണ് സിബിയും ഭാര്യ മിനിഫറും നാട്ടിലെത്തിയത്. കുറെ കാലം സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് ഫാം നടത്തി നോക്കി. പിന്നെ നാട്ടിലേക്ക് പോന്നു. വീടും പുരയിടവും അടക്കമുള്ള 14 ഏക്കർ അങ്ങനെ അന്ന ഫാമായി മാറി. HF, ജേഴ്സി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട പശുക്കളാണ് ഇവിടെ അധികവും. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പശു വളർത്തലിനെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ തീറ്റ ചെലവ്. അപ്പോൾ അതിനെ ലഘൂകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ ഇതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഇത് തീറ്റ ചെലവ് കുറയ്ക്കുക എന്ന് മാത്രമല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. 2 കൊല്ലം മുമ്പ് ഹൈദരാബാദിലെ യുണൈറ്റഡ് ഫോഡർ സൊല്യൂഷൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് സിബി ഈ മെഷീൻ വാങ്ങിയത്. 15 ലക്ഷം രൂപയായി. 1/2 സെന്റ് സ്ഥലത്ത് നിന്ന് 21 പശുക്കൾക്കുള്ള തീറ്റയുണ്ടാക്കാം എന്നതാണ് ഈ യന്ത്രത്തിന്റെ മേന്മ. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമുക്കൊരു 3-4 വർഷം കൊണ്ട് നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ച് കിട്ടും. പിന്നെ നമുക്ക് പശുപരിപാലനത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന 38 പശുവിൽ 21 പശുക്കളും ചെനയാണ്. അപ്പോൾ അത് തന്നെ വലിയൊരു പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. അത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ 340 ലിറ്റർ പാല് സ്റ്റഡി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പാലിന് ഈ പരിസരങ്ങളിൽ ഏറ്റവും നല്ല പാല് ഇവിടെ നിന്നാണെന്നുള്ളത് ഞാൻ പറയുന്നതല്ല, പൊതുജനവും മിൽമക്കാരും പറയുന്നതാണ്. യന്ത്രകൃഷിയിലെ പുല്ലിന് ഗുണം കൂടുന്നതിന്റെ ശാസ്ത്രം കൂടി പരിശോധിക്കാം. വിത്ത് മുളയ്ക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ജൈവദ്രവങ്ങൾ അഥവാ എൻസൈമുകൾ ഏറ്റവും ശക്തിമത്തായിരിക്കും. ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ ത്വരിതമാക്കും. വിത്ത് മുളയ്ക്കുമ്പോൾ പുളിക്കൽ നടക്കുന്നത് വഴി അതിലെ മാംസ്യം അമിനോ ആസിഡാകും. ഇത് ശരീരത്തിന് നേരിട്ട് ഉപയോഗിച്ച് കോശനിർമ്മിതിയും ഭാരവും ഉണ്ടാക്കും. വിത്തിലെ കൊഴുപ്പ് സ്വതന്ത്ര അമ്ലങ്ങളും ഗ്ലൂക്കോസുമാകുന്ന കാരണം ശരീരം വേഗം ആഗിരണം ചെയ്യും. ദഹനവും രോഗപ്രതിരോധവും സാധ്യമാകും. 80% ജലാംശവും നല്ല മധുരവും ഉള്ളതിനാൽ പശുക്കൾ ഇത് മുഴുവൻ കഴിക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ വൈറ്റമിൻ എ, ഇ ധാതുക്കൾ ഉള്ളതിനാൽ കൃത്യസമയത്ത് മതിലക്ഷണവും കാണിക്കും. 15 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ പോഷകങ്ങൾ 3 ഹൈഡ്രോപോണിക്സ് ബിസ്ക്കറ്റിൽ അഥവാ 25.5 കിലോയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം 10 കിലോ പുല്ലോ 5 കിലോ വൈക്കോലോ കൊടുക്കണം. ഫോഡർ ബിസ്ക്കറ്റിൽ നാരിന്റെ അംശം കുറവായതുകൊണ്ടാണ് ഇത്. സിബിയുടെ ഫാമിലെ കറവയുള്ള പശുവിന് ദിവസം 14 കിലോ യന്ത്രപ്പുല്ല് നൽകും.
ഒപ്പം ചോളപ്പൊടി, പരുത്തി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക് എന്നിവയുടെ മിശ്രിതവും. കാലിത്തീറ്റ വളരെ ചെറിയ അളവിലേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇനി ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ മെഷീൻ്റെ ക്ലീനിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇപ്പോൾ AC കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാൽ ഇപ്പോൾ പശുക്കൾക്ക് പെട്ടെന്ന് തീറ്റ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 തീറ്റയും അവർക്ക് കൊടുത്ത് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. തുടക്കത്തിൽ സിബി തനിച്ചായിരുന്നെങ്കിലും ഇപ്പോൾ ഫോഡർ മെഷീൻ ഉപയോഗിക്കുന്ന കർഷകരുടെ എണ്ണം കൂടി വരികയാണ്. ക്ഷീരവകുപ്പ് കഴിഞ്ഞ വർഷം 20 മിനി യന്ത്രങ്ങൾ 60% സബ്സിഡിയോടെ കർഷകർക്ക് നൽകി. കൂടിയ വൈദ്യുതി ചെലവാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം. ദിവസം ഏതാണ്ട് 35 യൂണിറ്റ് വൈദ്യുതി വേണം. മാസബില്ല് അതുകൊണ്ട് തന്നെ 10,000 കവിയും. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരോട് പറയാൻ സിബിക്ക് ഒരു പരാതിയുമുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡസ്ട്രി പർപ്പസിനുള്ള കണക്ഷൻ അവരെനിക്ക് തന്നോളൂ. അതിൻ്റെ പേരിൽ 3 രൂപയുടെ സാധനത്ത് ഞാൻ 12 രൂപ കറണ്ട് കാശ് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 1.5 വർഷത്തിൽ മേലെയായിട്ട്. അപ്പോൾ ഒരു വർഷം എൻ്റെ എക്സ്പെൻസ് വളരെ വലുതാണ്. അപ്പോൾ അതും കൂടെ അവർ എനിക്ക് ചെയ്തു തരാറുണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വന്നതിനെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം റണ്ണിങ് എക്സ്പെൻസ് കൂടുകയാണ്, എന്നിട്ടും എനിക്കിത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് എൻ്റെ മിനിമം റിക്വയർമെൻറ്റ് ഇതിൻ്റെ കറണ്ട് കണക്ഷൻ ഒരു കാർഷിക കണക്ഷനാക്കി മാറ്റി തന്നുകൂടാന്ന് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പരാതിപ്പെട്ടു. ഈവൻ കളക്ടറുടെ അടുത്ത് വരെയും ഞാൻ പരാതിപ്പെട്ടതാണ്, തൃശ്ശൂർ കളക്ടറുടെ അടുത്ത്. പക്ഷേ ഇതുവരെ എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഉയരം കൂട്ടി ചൂട് കുറച്ചുകൊണ്ടാണ് സിബി തൻ്റെ കാലിത്തൊഴുത്ത് ഒരുക്കിയിരിക്കുന്നത്. പനയോല കൊണ്ട് തൊഴുത്ത് മേഞ്ഞതിനും കാരണം താപനില ക്രമീകരിക്കൽ തന്നെ. പശുക്കൾക്കെല്ലാം വെവ്വേറെ പേരിട്ട് പ്രായവും ചികിത്സാ വിവരങ്ങളും എഴുതി സൂക്ഷിച്ച് ചിട്ടയോടെയാണ് പരിപാലനം. ഞാനിപ്പോൾ ഈ ഹൈഡ്രോപോണിക് ബിസ്ക്കറ്റ്സ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ പശുക്കൾക്ക് ഈൽഡ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം 12 ലിറ്റർ പാല് കിട്ടുന്ന പശു, ചെറിയ തോതിലുള്ള ഒരു പശുവിന് പോലും ഇത് പരീക്ഷിച്ചപ്പോൾ 15 to 20% പാലിൻ്റെ ഉൽപ്പാദനം കൂടിയതായിട്ട് കണ്ടു. പിന്നെ പാലിൻ്റെ ഗുണം, പിന്നെ പശുക്കളുടെ ഹെൽത്ത്, അവരുടെ റീപ്രൊഡക്ഷൻ സിസ്റ്റം. അടുക്കും ചിട്ടയുമുള്ള കൃഷി കൊണ്ടും സാങ്കേതിക പിൻബലം കൊണ്ടും മാത്രമേ കർഷകന് പുരോഗതി ഉണ്ടാകൂ എന്ന സത്യം ലോകത്തെ അറിയിക്കുകയാണ് സിബി. തീറ്റപ്പുല്ല് വളർത്തലിന്റെ ഈ സാങ്കേതികതയെക്കുറിച്ച് സംശയമുള്ളവർക്ക് സിബിയുമായി ബന്ധപ്പെടാം. വിലാസം ശ്രദ്ധിക്കുക. സിബി അന്ന ഫാം, അഷ്ടമിച്ചിറ, തൃശൂർ. ഫോൺ നമ്പർ 9650-900-838. നമ്പർ ഒരിക്കൽ കൂടി 9650-900-838. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.